ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തകർന്ന ബന്ധങ്ങൾ പരിഹരിക്കുക, മെൻഡിങ് ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-21 വാക്യം. അവിടെ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ദൈവം അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും നിങ്ങളെയും പോറ്റി രക്ഷിക്കും. ജോസഫിൻ്റെ ചിന്ത അനുസരിച്ച് അവനുണ്ടായ വിഷമമേറിയ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നതാണ്. അതായത് ക്ഷാമകാലത്ത് അനേക രാജ്യങ്ങളിലുള്ളവരെ ക്ഷേമമായി പോറ്റുവാനായിട്ട് ജോസഫിന് സാധിച്ചു. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ നിങ്ങളുടെ തലമുറയെയും ഞാൻ രക്ഷിക്കും. അവിടെ ജോസഫ് തൻ്റെ സഹോദരന്മാരെ സ്നേഹിച്ചു, അനന്തമായി അവരോട് ക്ഷമിച്ചു. അങ്ങനെ തകർന്ന ബന്ധങ്ങൾ പരിഹരിക്കപ്പെട്ടു. ശ്രേഷ്ഠ ഹൃദയമുള്ള ദൈവാത്മാവുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചു, എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ സഹവിശ്വാസികളും അയൽക്കാരും നമ്മുടെ സഹോദരങ്ങളും എന്തിന് നമ്മുടെ മാതാപിതാക്കളെ പോലും നമ്മൾ വിദ്വേഷവും പകയും ഉള്ളിൽ സംഗ്രഹിച്ച് അവരോട് വെറുപ്പായിട്ടിരുന്നിട്ടില്ലേ? കാലുഷ്യവും പകയും കോപവും ഉള്ളിൽ സംഗ്രഹിച്ചാൽ അത് നമ്മളെ രോഗികളായിത്തീരും. ശാരീരികമായും മാനസികമായും നമ്മൾ രോഗികളായിത്തീരും. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം, ദീർഘമായി ക്ഷമിക്കാം, മറക്കാം. അങ്ങനെ തകർന്ന ബന്ധങ്ങൾ പരിഹരിക്കാം. തകർന്ന ബന്ധങ്ങൾ പരിഹരിക്കണമെങ്കിൽ, ക്ഷമിക്കണമെങ്കിൽ, അനുരഞ്ജനപ്പെടണമെങ്കിൽ യേശു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശുവിനോട് പറയാം, യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എനിക്ക് രൂപാന്തരം നൽകണമേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. യേശു നമ്മുടെ മാതൃകയാകട്ടെ. പ്രാർത്ഥനയും ദൈവവചന പഠനവും നമുക്ക് ശക്തി പകരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചാലകങ്ങളായി മാറുവാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണമേ. ആമേൻ.